വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന ചാപ്റ്ററിലെ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദ ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലായോ? നമുക്കറിയാം, ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഏഞ്ചൽ ആ വീട്ടിലേക്ക് വന്ന ഉടനെ പെലായോ പേടിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് പേടിച്ചതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. പെലായോ ഈസ് ഫ്രൈറ്റൻ ബിക്കോസ് ദ ഓൾഡ് മാൻ ലുക്സ് സ്ട്രേഞ്ച് ആൻഡ് അൺനാച്ചുറൽ. അല്ലേ, ഈ ഓൾഡ് മാൻ എന്തായിരുന്നു? വളരെ അൺനാച്ചുറലാണ്, സ്ട്രേഞ്ചാണ്, ഒരു അപരിചിതത്വം ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്, ഹീ ഈസ് വെരി ഓൾഡ്, ഡേർട്ടി ആൻഡ് വീക്ക്. അദ്ദേഹം എന്താണ്? നല്ല പ്രായമുണ്ട്, ഡേർട്ടിയാണ്, വീക്കാണ്. ബട്ട് വാട്ട് ഷോക്സ് പെലായോ ദ മോസ്റ്റ് ആർ ഹിസ് എനോമസ് വിങ്സ്. പക്ഷെ പേടിപ്പെടുത്തുന്ന കാര്യം എന്താ? അദ്ദേഹത്തിന് എന്തുണ്ട്? എനോമസ് വിങ്സ് ഉണ്ട്, വലിയ ചിറകുകളുണ്ട്. ദ വിങ്സ് മേക്ക് ഹിം സീംസ് ലൈക്ക് എ സൂപ്പർ നാച്ചുറൽ ഓർ മിസ്റ്റീരിയസ് ക്രീച്ചർ. ഈ വിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓൾഡ് മാനെ ഒരു സൂപ്പർ നാച്ചുറലോ അല്ലെങ്കിൽ മിസ്റ്റീരിയസ്, നിഗൂഢമായിട്ടുള്ള എന്തോ ഒരു ക്രീച്ചറാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ദിസ് അൺയൂഷ്വൽ അപ്പിയറൻസ് ക്രിയേറ്റ്സ് ഫിയർ ആൻഡ് കൺഫ്യൂഷൻ. ഇതാണ് പെലായോ പേടിക്കാനുള്ള കാരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വൈ വാസ് ദ ഓൾഡ് മാൻ അണേബിൾ ടു ഗെറ്റ് അപ്പ്? ഈ ഓൾഡ് മാന് നമുക്കറിയാം കോർട്ട്യാർഡിൻ്റെ ഒരു മൂലയിലായിരുന്നു. എന്തുകൊണ്ടാണ് അവിടുന്ന് അദ്ദേഹത്തിന് എണീക്കാൻ സാധിക്കാഞ്ഞെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദ ഓൾഡ് മാൻ വാസ് ടു വീക്ക് ആൻഡ് സിക്ക് ടു സ്റ്റാൻഡ്. അല്ലേ, അദ്ദേഹം വീക്കാണ്, സിക്കാണ്, അസുഖങ്ങളുണ്ട്, ടു സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എണീക്കാൻ സാധിക്കുന്നില്ല. ഹിസ് ബോഡി വാസ് കവേർഡ് ഇൻ മഡ്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിയിൽ എസ്പെഷ്യലി വിങ്സിൽ, ചിറകിലൊക്കെ നിറയെ മണ്ണ് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഹിസ് വിങ്സ് വർ ഡാമേജ്ഡ് ആൻഡ് ഫുൾ ഓഫ് പാരസൈറ്റ്സ്. മാത്രമല്ല, വിങ്സ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല, അതിനൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ട്, അതിൽ പാരസൈറ്റ്സ്, പ്രാണികളൊക്കെ ഉണ്ട്. ഹി സീംഡ് എക്സോസ്റ്റഡ് ആൻഡ് ഇൻ പുവർ ഹെൽത്ത്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം, ആകെ എക്സോസ്റ്റഡാണ്. എക്സോസ്റ്റഡ് മീൻസ് ടയേർഡാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ വീക്കാണ്. ദിസ് കണ്ടീഷൻ മെയ്ഡ് ഇറ്റ് ഹാർഡ് ഫോർ ഹിം ടു മൂവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എണീക്കാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു ദ കപ്പിൾ കൺസിഡർ ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ? അല്ലേ, ഫസ്റ്റ് ഇവർ കാണുമ്പോൾ ഇദ്ദേഹത്തെ ഒരു കാസ്റ്റവേ ആയിട്ടാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണ്? കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കപ്പലൊക്കെ തകർന്ന് ഒറ്റപ്പെട്ട് എത്തിപ്പെടുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? കാസ്റ്റവേ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ദ കപ്പിൾ തിങ്സ് ഹീ ഈസ് എ ലോൺലി കാസ്റ്റവേ ബിക്കോസ് ഹീ ലുക്സ് ലോസ്റ്റ് ആൻഡ് ഹെൽപ്ലെസ്. കാരണം എന്താ? അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം, അദ്ദേഹം എന്താ, എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ പോലെയാണ്. മാത്രമല്ല, ഹെൽപ്ലെസ് ആണ്. ഹീ കനോട്ട് സ്പീക്ക് ദെയർ ലാംഗ്വേജ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാഷ ഒന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഒരു സ്ട്രേഞ്ച് ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. ആൻഡ് അപ്പിയേഴ്സ് ടു ഹാവ് കം ഫ്രം ഫാർ എവേ. കണ്ടാൽ തന്നെ അറിയാം, അദ്ദേഹം ദൂരെ എവിടുന്നോ ആണ് വരുന്നത്. ഹിസ് വീക്ക് കണ്ടീഷൻ ആൻഡ് സ്ട്രേഞ്ച് അപ്പിയറൻസ് കൺഫ്യൂസ് ദം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീക്ക് കണ്ടീഷനും സ്ട്രേഞ്ച് അപ്പിയറൻസൊക്കെ എന്ത് ചെയ്തു? ഇവരാകെ കൺഫ്യൂഷനാക്കി. സോ ദേ ബിലീവ് ഹീ മേ ഹാവ് ബീൻ സ്ട്രാൻഡഡ് ലൈക്ക് സമോൺ ഫ്രം ഷിപ്പ്റെക്ക്. അതുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്, ഷിപ്പ്റെക്ക് മീൻസ് എന്താ? കപ്പൽ തകർന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളായിട്ടാണ് അവർ അദ്ദേഹത്തെ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് ദ നൈബർ വുമൻ ഷുവർ ദാറ്റ് ദ ഓൾഡ് മാൻ വാസ് എൻ ഏഞ്ചൽ? ഇവർ നൈബറായിട്ടുള്ളൊരു സ്ത്രീയെ വിളിക്കുന്നുണ്ട്. ആ സ്ത്രീ വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതൊരു ഏഞ്ചലാണ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ആൻസർ നോക്കാം. ദ നൈബർ വുമൻ വാസ് ഷുവർ ദ ഓൾഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ ബിക്കോസ് ഓഫ് ഹിസ് വിങ്സ്. കാരണം എന്താ? ഇദ്ദേഹത്തിന് ചിറകുകളുണ്ട്. ഈ ചിറകുകൾ കണ്ട ഉടനെ നൈബർ വുമൺ പറയാണ്, ഈ വന്നിട്ടുള്ള ആളാരാണ്? ഒരു ഏഞ്ചലാണ്. ഷീ ബിലീവ്ഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ സെൻറ്റ് ഫ്രം ദ ഹെവൻ ടു ടേക്ക് ദെയർ സിക്ക് ചൈൽഡ്. മാത്രമല്ല, ആ വുമൺ എന്തും കൂടി പറയുന്നുണ്ട്, ഈ ഏഞ്ചൽ വന്നത് എന്തിനാണ്? അവരുടെ മകൻ അസുഖമാണ്, സിക്കാണ് അല്ലേ, ആ മകനെ എടുക്കാൻ വേണ്ടി വന്നത്, അവനെ കൊണ്ടുപോകാൻ വന്നാണ്. ഹെർ ബിലീഫ് വാസ് ബേസ്ഡ് ഓൺ ആൻ ഓൾഡ് സൂപ്പർസ്റ്റിഷൻ ആൻഡ് റിലീജിയസ് ഐഡിയ. ആ സ്ത്രീ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താ? അന്ധവിശ്വാസം, അതേപോലെ മതപരമായിട്ടുള്ള വിശ്വാസമൊക്കെ കാരണമാണ്. ഷീ ഡിഡ് നോട്ട് ക്വസ്റ്റ്യൻ ഹിസ് അപ്പിയറൻസ് ബട്ട് സോ ഹിം ആസ് എ ഡിവൈൻ സൈൻ. അവരാരും ക്വസ്റ്റ്യനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്താ? ബട്ട് സോ ഹിം ആസ് എ ഡിവൈൻ സൈൻ. അതുകൊണ്ട് ആ സ്ത്രീ എന്താണ്? ഇയാളെ ഒരു ഡിവൈനായിട്ട്, ഒരു ഏഞ്ചലായിട്ട് കണക്കാക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് പെലായോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ്? നമുക്കറിയാം, പെലായോ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്ലബ്ബ്, കയ്യിലൊരു വടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. പെലായോ ആംഡ് ഹിംസെൽഫ് വിത്ത് എ ക്ലബ് ബിക്കോസ് ഹി വാസ് അഫ്രെയ്ഡ് ഓഫ് ദ ഓൾഡ് മാൻ സ്ട്രേഞ്ച് അപ്പിയറൻസ്. കാരണം എന്താ? ഈ ഓൾഡ് മാൻ്റെ സ്ട്രേഞ്ച് അപ്പിയറൻസ് കാരണമാണ്. ദ വിങ്സ് മെയ്ഡ് ദ ഓൾഡ് മാൻ സീം ഡേഞ്ചറസ് ഓർ സൂപ്പർ നാച്ചുറൽ. ഈ അയാൾക്ക് വിങ്സ് ഉണ്ട്, ചിറകുകളുണ്ട്.
അത് കാരണം എന്തായിരിക്കും, ഏത് നിമിഷവും അയാൾ ഡേഞ്ചറസ് ആവാനോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അയാൾക്ക് കഴിയും എന്നുള്ള വിശ്വാസം പെലായോക്ക് ഉണ്ട്. പെലായോ വാണ്ടഡ് ടു പ്രൊട്ടക്റ്റ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, അദ്ദേഹത്തെയും സ്വന്തം ഫാമിലിയെയും സംരക്ഷിക്കണം. ഹിസ് ഫിയർ മെയ്ഡ് ഹിം റെഡി ടു ഡിഫെൻഡ് ഹിസ് ഹോം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഹിസ് ഫിയർ മെയ്ഡ് ഹിം റെഡി ടു ഡിഫെൻഡ് ഹിസ് ഹോം. അദ്ദേഹം വീട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ ക്ലബ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെയ്ഡ് ദ കപ്പിൾ സഡൻലി ഡിസൈഡ് ടു ട്രീറ്റ് ദ മാൻ വിത്ത് സം കൈൻഡ്നെസ്. നമുക്കറിയാം, ഫസ്റ്റ് ഇയാളോട് യാതൊരു ദയവും കാണിക്കുന്നില്ല, പക്ഷെ പിന്നീട് അവർ ദയ കാണിക്കുന്നുണ്ട്, അയാളെ ചിക്കൻ കൂപ്പിലേക്കൊക്കെ ആക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദ കപ്പിൾ ഡിസൈഡഡ് ടു ട്രീറ്റ് ദ ഓൾഡ് മാൻ വിത്ത് സം കൈൻഡ്നെസ് ആഫ്റ്റർ ദെയർ സിക്ക് ചൈൽഡ് റിക്കവേർഡ്. കാരണം എന്താ, ഈ ഏഞ്ചൽ വന്നതിന് ശേഷമാണ് അവരുടെ മകൻ്റെ അസുഖം മാറിയത്. ദേ ബിലീവ്ഡ് ദ ഓൾഡ് മാൻ ഹാഡ് സംതിങ് ടു ഡു വിത്ത് ദ ഹീലിംഗ്. അതുകൊണ്ട് ഫാമിലി വിചാരിക്കുകയാണ് ഈ അസുഖം സുഖപ്പെടാൻ ആര് കാരണമായിട്ടുണ്ട്, ഈ ഓൾഡ് മാൻ, അതായത് ഏഞ്ചൽ കാരണമായിട്ടുണ്ട്. ദിസ് മെയ്ഡ് ദം ഫീൽ എ ബിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഓർ ഗിൽറ്റ്. ഇത് കാരണം എന്ത് ചെയ്യുന്നു, അവർക്ക് ഇദ്ദേഹത്തോടൊരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, അതുപോലെ ഒരു കുറ്റബോധമൊക്കെ തോന്നി. സോ ദേ ബിഗാൻ ടു കെയർ ഫോർ ഹിം സ്ലൈറ്റ്ലി ബെറ്റർ. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് പെലായോ ലോക്ക് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, എന്തുകൊണ്ടാണ് പെലായോ ഈ ഓൾഡ് മാനെ ചിക്കൻ കൂപ്പിലാക്കാൻ കാരണം, അല്ലെ കോഴിക്കൂട്ടിലാക്കാനുള്ള കാരണം എന്താ? പെലായോ ലോക്സ് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ് ബിക്കോസ് ഹി ഡസൻ നോ വാട്ട് എൽസ് ടു ഡു വിത്ത് ഹിം. അല്ലേ, പെലായോ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, അല്ലേ. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ചിക്കൻ കൂപ്പിലേക്ക് മാറ്റുകയാണ്. ഹി സീസ് ദ ഓൾഡ് മാൻ ആസ് സംതിങ് സ്ട്രേഞ്ച് ആൻഡ് പോസിബിളി ഡേഞ്ചറസ്. മാത്രമല്ല അദ്ദേഹം ചിന്തിക്കുകയാണ് ഇയാളൊരു സ്ട്രേഞ്ച് ആണ്, അല്ലേ, അപരിചിതമായിട്ടുള്ള ഒരാളാണ്. കാരണം അയാൾക്ക് ചിറകുകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ അദ്ദേഹം ഡേഞ്ചറസ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ചിക്കൻ കൂപ്പിലേക്ക് മാറ്റുകയാണ്. ദ കൂപ്പ് കീപ്സ് ഹിംസെൽഫ് ഔട്ട് ഓഫ് ദ ഹൗസ് എവേ ഫ്രം ദ ഫാമിലി. മാത്രമല്ല വീടിൻ്റെ അകത്തൊരിക്കൽ അദ്ദേഹത്തെ ആക്കാൻ പറ്റില്ല, ഫാമിലിയുടെ അടുത്തുനിന്ന് മാറ്റണം. അതുകൊണ്ടാണ് ഏഞ്ചലിനെ ചിക്കൻ കൂപ്പിലേക്ക് മാറ്റിയത്. ഇറ്റ് ഓൾസോ മേക്ക് ഇറ്റ് ഈസിയർ ടു കൺട്രോൾ ഹിം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ചിക്കൻ കൂപ്പിലാവുമ്പോൾ ഫാമിലിയെ കൺട്രോൾ ചെയ്യാൻ, ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പെലായോക്ക് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വൈ ഡു ദ പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് ആനിമൽ. എന്തുകൊണ്ടാണ് ഈ ഓൾഡ് മാന് ആളുകൾ എന്ത് ചെയ്ത് ഒരു സർക്കസ് ആനിമലായിട്ട് കണക്കാക്കാൻ കാരണം എന്താ? പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് ആനിമൽ ബിക്കോസ് ഓഫ് ഹിസ് വിങ്സ് ആൻഡ് സ്ട്രേഞ്ച് അപ്പിയറൻസ്. ആളുകൾ ഇയാളൊരു സർക്കസ് ആനിമലായിട്ട് കണക്കാക്കാനുള്ള കാരണം എന്താ? ഇയാൾക്ക് വിങ്സ് ഉണ്ട്, ചിറകുകളുണ്ട്, അതേപോലെ സ്ട്രേഞ്ച് ലുക്കാണ്, അപ്പിയറൻസ് ആണ്. ദേ കം ടു സ്റ്റെയർ അറ്റ് ഹിം. ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ തുറച്ചു നോക്കുന്നുണ്ട്. ലോഫ്, ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ നോക്കി ചിരിക്കുന്നുണ്ട്. ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദേ ആർ മോർ ക്യൂരിയസ് ദാൻ റെസ്പെക്റ്റ്ഫുൾ. അവർക്ക് ക്യൂരിയോസിറ്റിയാണ്, നിഗൂഢതയാണുള്ളത്, അല്ലേ. റെസ്പെക്റ്റിനേക്കാളും കൂടുതൽ നിഗൂഢതയാണ് അവർ കാണിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സീയിങ് ഹിം ആസ് എ ഹ്യൂമൻ ഓർ ഏഞ്ചൽ, ദേ സീ ഹിം എൻ്റർടൈൻമെൻറ്റ്. ആളുകൾ അദ്ദേഹത്തെ ഏഞ്ചലായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനായിട്ടോ ഒക്കെ കാണുന്നതിന് പകരം ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ആളുകൾ ഏഞ്ചലിനെ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു തിങ്ക് എലിസണ്ട ഈസ് ഷ്രൂഡ് ആൻഡ് ക്ലവർ? വൈ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താ? എലിസണ്ട വളരെ കൗശലക്കാരിയും അതുപോലെ ബുദ്ധിമതിയായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. യെസ്, എലിസണ്ട സീംസ് ഷ്രൂഡ് ആൻഡ് ക്ലവർ. അല്ലേ, എലിസണ്ട എന്താണ്, തികച്ചും ശൂത്രശാലിയാണ്, അതേപോലെ എന്താ, ബുദ്ധിമതിയാണ്. കാരണം എന്താ? ബിക്കോസ് ഷീ ക്വിക്ക്ലി ഫൈൻഡ് എ വേ ടു മേക്ക് മണി ഫ്രം ദ ഓൾഡ് മാൻ. കാരണം എന്ത് ചെയ്തു, അവൾക്ക് പെട്ടെന്ന് ഈ ഓൾഡ് മാനെ വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഐഡിയ അവളുടെ മൈൻഡിലേക്കാണ് വന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഷീ സെറ്റ് അപ്പ് എ ഫെൻസ് ആൻഡ് ചാർജസ് പീപ്പിൾ ടു സീ ഹിം. അല്ലേ, വീടിന് ചുറ്റും വേലി വെക്കുകയാണ്. മാത്രമല്ല ഈ ഓൾഡ് മാനെ കാണാൻ വേണ്ടിയിട്ട്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഓൾഡ് മാനെ കാണാൻ വേണ്ടിയിട്ട് എന്തും വാങ്ങുന്നുണ്ട്, ക്യാഷും വാങ്ങുന്നുണ്ട്. ഹർ ആക്ഷൻസ് ഷോ ഷീ ഈസ് പ്രാക്ടിക്കൽ ആൻഡ് നോസ് ഹൗ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സിറ്റുവേഷൻ. അവളുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം? ഷീ ഈസ് പ്രാക്ടിക്കലാണ്. മാത്രമല്ല എങ്ങനെയാണ് അവസരം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നും എലിസണ്ടയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഈവൺ ദോ ഇറ്റ് മേ സീം അൺകൈൻഡ്. അല്ലേ, ഇത് തികച്ചൊരു അൺകൈൻഡ് ആണ്. കാരണം എന്താ, ഓൾഡ് മാനെ സംബന്ധിച്ച് അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഷീ യൂസസ് ദ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് ദെയർ ലൈഫ്. പക്ഷേ അവളുടെ ഫാമിലിയുടെ
ജീവിതം മെച്ചപ്പെടുത്താൻ ഇത് കാരണമായി. അപ്പോൾ തികച്ചും ഒരു ഓപ്പർച്യൂണിസ്റ്റാണ്, അവസരങ്ങൾ പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുന്നതിൽ കഴിവുള്ള ഒരാളാണ് ആര്? എലീസണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻറ്റ്. ഇതിൻ്റെ ആൻസർ നോക്കാം. ദ ഓതർ സേസ് ദിസ് ബിക്കോസ് ദ ഓൾഡ് മാൻ ഡസ് നോട്ട് സ്പീക്ക്, കംപ്ലെയിൻ ഓർ ഫൈറ്റ് ബാക്ക് ഡെസ്പൈറ്റ് ബീങ് മിസ്ട്രീറ്റഡ്. ഓതർ ഇങ്ങനെ പറയാൻ കാരണം എന്താ? ഇയാളെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പേഷ്യൻസ് എന്ന് പറയാൻ കാരണം എന്താ? ഇയാൾ ഒരിക്കലും സംസാരിക്കുക, പരാതി പറയേ അല്ലെങ്കിൽ ആളുകളെ തിരിച്ചാക്രമിക്കുക ഒന്നുമില്ല. ആളുകൾ വരുന്നുണ്ട്, അയാളെ നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഹി ക്വയറ്റ്ലി അക്സെപ്റ്റ് എവറിത്തിങ്. അയാൾ സൈലൻ്റായിട്ട് ആളുകൾ ചെയ്യുന്നതൊക്കെ സ്വീകരിക്കുകയാണ്. ഫ്രം ബീയിങ് ലോക്ക്ഡ് ഇൻ എ ചിക്കൻ കൂപ്പ് ടു ബീയിങ് സ്റ്റേയർഡ് അറ്റ് ലൈക്ക് എ ഫ്രീക്ക്. അല്ലേ, ആളുകൾ അദ്ദേഹത്തെ ഒരു ഭ്രാന്തനെ പോലെ നോക്കുകയാണ്. ഹി ഷോസ് നോ ആങ്കർ ഓർ പ്രൈഡ്. അയാൾക്ക് അതിലെന്താണ്? ദേഷ്യമോ അഹങ്കാരമോ ഒന്നുമില്ല. ഹിസ് കാം എൻഡുറൻസ്. അയാളെല്ലാം സൈലൻ്റായിട്ട് സഹിക്കുകയാണ്. ഈസ് ഓൺലി എക്സ്ട്രാ ഓർഡിനറി തിങ് അബൌട്ട് ഹിം. അതുകൊണ്ടാണ് ഓദർ പറയുന്നത് അയാളെ ഒരു എക്സ്ട്രാ ഓർഡിനറി ബിഹേവിയർ ആണ് എന്ത്? പേഷ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൻ റാദർ ദാൻ ദ ഓൾഡ് മാൻ? നമുക്കറിയാം, കുറച്ച് സമയം കഴിയുമ്പോൾ ടൗണിൽ വേറൊരു ഷോ വരുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയെ കാണാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ ഒന്നിച്ച് അങ്ങോട്ട് ഒഴുകുന്നുണ്ട്. പിന്നെ ഈ ഓൾഡ് മാനെ കാണാൻ ആരും വരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൻ ബിക്കോസ് ഹെർ സ്റ്റോറി ഈസ് മോർ ഡ്രമാറ്റിക് ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. കാരണം എന്താ? ആളുകളെ സംബന്ധിച്ച് പുതിയ ആ കഥ, ആ സ്ത്രീയെക്കുറിച്ചുള്ള പിന്നെ സ്റ്റോറി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ചും കൂടി വിശ്വസനീയമാണ്. ഷീ ഹാഡ് ബീൻ ടേൺഡ് ഇൻ ടു എ സ്പൈഡർ. ആ സ്ത്രീ എന്തായിട്ട് മാറിയതാ? ഒരു സ്പൈഡറായിട്ട് മാറിയതാ. ബൈ എ ലൈറ്റനിങ് ബോൾട്ട് ഫോർ സ്നീക്കിംഗ് ഔട്ട് ടു എ ഡാൻസ് വിത്തൗട്ട് ഹെർ പാരൻസ്. പാരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഡാൻസ് കളിക്കുന്ന സമയത്ത് മിന്നലേറ്റിട്ടാണ് ആ സ്ത്രീ എന്തായിട്ട് മാറുന്നത്? സ്പൈഡറായിട്ട് മാറുന്നത്. ഹെർ കണ്ടീഷൻ കംസ് വിത്ത് എ ക്ലിയർ കോസ് ആൻഡ് എഫക്റ്റ് മെസ്സേജ് ദാറ്റ് പീപ്പിൾ ഫൈൻഡ് എൻ്റർടൈനിങ് ആൻഡ് മോറലി ഇൻസ്ട്രക്റ്റീവ്. അത് ആൾക്കാർക്ക് കുറച്ചും കൂടി മൊറാലിറ്റിയും അതേപോലെ എൻ്റർടൈനിങ് ഒക്കെ ആയിട്ട് തോന്നി. ഇൻ കോൺട്രാസ്റ്റ്, നേരെ തിരിച്ചോ, ദ ഓൾഡ് മാൻ റിമെയിൻസ് മിസ്റ്റീരിയസ് ആൻഡ് സൈലൻറ്റ്. ഈ ഓൾഡ് മാൻ മിസ്റ്റീരിയസ് ആണ്, നിഗൂഢമായിട്ട് നിൽക്കുന്നു, ഒന്നും സംസാരിക്കുന്നുമില്ല അദ്ദേഹം. വിത്ത് നോ ക്ലിയർ എക്സ്പ്ലനേഷൻ ഫോർ ഹിസ് വിങ്സ്. അയാളെ വിങ്സിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല. മേക്കിംഗ് ഹിം ലെസ് അപ്പീലിംഗ് ടു ദ ക്യൂരിയസ് ക്രൗഡ്. അതുകൊണ്ട് ആളുകൾക്ക് കുറച്ചും കൂടി ക്യൂരിയോസിറ്റി തോന്നുന്നത് ആ സ്ത്രീയുടെ കാര്യമാണ്. മാത്രമല്ല, ആ സ്ത്രീയോട് ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആ സ്ത്രീ റിപ്ലൈയും പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് ദ ഡോക്ടർ സർപ്രൈസ്ഡ് ബൈ ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്? അല്ലേ, ഡോക്ടർ ഇവരെ പരിശോധിക്കാൻ വരുന്നുണ്ട്. അതായത് കുട്ടിക്ക് പിന്നെ ഏഞ്ചലിന് ഒരേ സമയമാണ് ചിക്കൻ ബോക്സ് പിടിപെടുന്നത്. ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. എന്തുകൊണ്ടാണ് ഡോക്ടർ ഏഞ്ചലിനെ പരിശോധിച്ചപ്പോൾ സർപ്രൈസ്ഡ് ആവാൻ കാരണം എന്താ? ദ ഡോക്ടർ ഈസ് സർപ്രൈസ്ഡ് ബിക്കോസ് ആൾദോ ദ ഓൾഡ് മാൻ ഹാസ് വിങ്സ്. ഈ ഓൾഡ് മാന് വിങ്സ് ഉണ്ട്. ഹിസ് ഇൻറ്റേർണൽ ഓർഗൻസ് ആർ കംപ്ലീറ്റ്ലി നോർമൽ. പക്ഷേ അയാൾ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ എന്താ? ഹ്യൂമൻ ബീയിങ് പോലെ നോർമലാണ്. ഹി ക്യാൻ ഹിയർ സൗണ്ട് ഫ്രം ദ ഹാർട്ട് ആൻഡ് കിഡ്നി ജസ്റ്റ് ലൈക്ക് എനി ഹ്യൂമൻ ബീയിങ്. സാധാരണ ഒരു മനുഷ്യനെ പോലെ കിഡ്നിന്നും അതേപോലെ ഹാർട്ടിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ദിസ് മിക്സ് ഓഫ് ദ ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കൺഫ്യൂസസ് ഹിം. അപ്പോൾ ഈ ഓർഡിനറി ആയിട്ടുള്ള ബോഡിയാണ് അദ്ദേഹത്തിനുള്ളത്. ബട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തുണ്ട്? ചിറകുകളുണ്ട്. ഇത് ഡോക്ടറെ കൺഫ്യൂഷനാക്കി. ദ വിങ്സ് സീംസ് ടു ബിലോങ് ടു എ നാച്ചുറൽ ബോഡി. വിങ്സ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ ബോഡിയുമായിട്ടാണ്. വിച്ച് ഡിഫൈസ് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ. അല്ലേ, അത് തികച്ചും എന്താണ്? ഒരു സയൻറ്റിഫിക്കലി ആയിട്ട് അതൊരിക്കലും ശരിയല്ല. അപ്പോൾ ഡോക്ടർ ആകെ കൺഫ്യൂഷൻ ആവാനുള്ള കാരണം ഇതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് എലീസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്? അവസാനം നമ്മുടെ യങ് മാന് ഈ ഏഞ്ചൽ പറന്നു പോകുന്ന സമയത്ത് എലീസണ്ട ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. എലീസണ്ട ലെറ്റ്സ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് വെൻ ദ ഓൾഡ് മാൻ ഫൈനലി ഫ്ലൈസ് അവേ. ഈ ഓൾഡ് മാൻ അവസാനം പറന്നു പോകുന്ന സമയത്ത് എലീസണ്ട എന്ത് ചെയ്യുന്നുണ്ട്? ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിടുന്നുണ്ട്. ഷീ ഹാഡ് ഗ്രോൺ ടയേർഡ് ഓഫ് ഹിസ് പ്രസൻസ് ആൻഡ് ദ കോൺസ്റ്റൻറ്റ് അറ്റൻഷൻ ഫ്രം ദ ക്രൗഡ്. മാത്രമല്ല, എലീസണ്ട എന്ത് ചെയ്തിട്ടുണ്ട്? ഇയാളുടെ പ്രസൻസ് കാരണം ആകെ മടുത്തിട്ടുണ്ട്. മാത്രമല്ല, ആളുകളുടെ അറ്റൻഷനൊക്കെ കുറഞ്ഞിട്ടുമുണ്ട്. ദോ ദേ മെയ്ഡ് മണി ഫ്രം ഹിം. അല്ലേ, തീർച്ചയായിട്ടും ഈ ഓൾഡ് മാന് കാരണം ഇവർക്ക് ഒരുപാട് പണം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ഹാഡ് ബിക്കം എ ബേർഡൻ. ആക്ച്വലി ഇപ്പോൾ ഇദ്ദേഹം ഇവർക്കൊരു ബേർഡനാണ്, ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. ഹിസ് ഡിപ്പാച്ചർ മീൻസ് ഷീ ക്യാൻ റിട്ടേൺ ടു നോർമൽ പീസ്ഫുൾ ലൈഫ്. ഇദ്ദേഹം തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എലീസണ്ടയെ സംബന്ധിച്ചിടത്തോളം
അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോവുക, സമാധാനപൂർണ്ണമായ പീസ്ഫുൾ ആയിട്ടുള്ള അവരുടെ ഓർഡിനറി ലൈഫിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരമാണ് ഈ ഓൾഡ് മാൻ പറന്നു പോയതിലൂടെ എലീസണ്ടയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എലീസണ്ട ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടത്. സോ ഇത്രയാണ് സൈഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. താങ്ക് യു ഓൾ.